ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ ശാബ സ്കൂൾ പ്രോഗ്രാമിലേക്ക് പാഠപഠനത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം അല്ലുന്നു. ഈ ദിവസത്തില് ഈ ശബദില് നാം പഠിക്കുവാൻ പോകുന്നതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ അല്ലെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എന്നുള്ള പാഠങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് നാം പഠിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള പാഠമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതായ അനേക വ്യക്തികളെ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ആദ്യത്തെ വ്യക്തി സ്നാപക യോഹന്നാനാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ട് കർത്താവിനെ അനുഗമിച്ച അന്ത്രയോസിന്റെ സഹോദരൻ ശീമോൻ സാക്ഷ്യം പറഞ്ഞതായിട്ട് നാം പഠിക്കുകയുണ്ടായി. നിക്കോദീമോസ് സാക്ഷ്യം പറഞ്ഞതായിട്ട് പഠിക്കുകയുണ്ടായി. അനേക വ്യക്തികളുടെ സാക്ഷ്യങ്ങള് ഈ ആഴ്ചകളിലൊക്കെയും നാം പഠിക്കുകയുണ്ടായി. എന്നാൽ കൂടുതൽ കർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ സാക്ഷീകരണം ഇന്നത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അത് കർത്താവായ യേശു ക്രിസ്തു, സുവിശേഷത്തിന്റെ പ്രസക്ത ഭാഗമെന്ന് പറയുന്നത് തന്നെ യേശു ക്രിസ്തു ദൈവമെന്നുള്ളതായ ആ ഒരു കാര്യമാണ് അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ വായനക്കാർക്കും താൻ കേട്ടതും കണ്ടതും സാക്ഷീകരിക്കുന്നതുമായ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗമെന്ന് നാം പഠിക്കുമ്പോൾ, ഇന്നത്തെ സാക്ഷീകരണത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, മഗ്ദല മറിയത്തിന്റെ സാക്ഷ്യം, പീലാത്തോസിന്റെ സാക്ഷ്യം, തോമസിന്റെ സാക്ഷ്യം, ഇതൊക്കെയും നാം പഠിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതായ ഒരു കാര്യത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കാം. ഇന്നത്തെ മനപ്പാഠവാക്യം ഇപ്രകാരം വായിക്കുന്നു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. യോഹന്നാൻ 20:29 വാക്യം. നമുക്കറിയാം, കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അനേകം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാല് കർത്താവ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്ത് അപ്പോസ്തലനായ തോമസ് അവിടെ ഇല്ലായിരുന്നു. ആ തോമസ് അവിടെ ഇല്ലാതിരിക്കുകയും കർത്താവ് അവിടെ എത്തിയെന്നുള്ള വാർത്ത അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു, ഞാൻ ആ വിലാപ്പുറത്ത് തൊട്ടല്ലാതെ വിശ്വസിക്കത്തില്ല എന്ന്. എന്നാൽ പിന്നീട് തോമസും കൂടെ ഇരുന്നതായ ആ ഒരു സന്ദർഭത്തിൽ കർത്താവ് അവർക്ക് വെളിപ്പെടുകയുണ്ടായി. അപ്പോൾ പറയുന്നതായ കാര്യമാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ നാം ആ കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ആ ഭാഗ്യവാന്മാരുടെ പദവി ലഭിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകൻ മുതൽ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞതായ പീലാത്തോസിന്റെ സാക്ഷ്യം വരെ നാം പഠിക്കുമ്പോൾ കർത്താവ് ആരാണെന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം എന്റെ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു, അവൻ കണ്ടുമിരിക്കുന്നു എന്നുള്ള കർത്താവിന്റെ സാക്ഷ്യം. ഞായറാഴ്ചത്തെ പാഠത്തിലെ പ്രസക്തമായ ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 54-ാം വചനം പറയുന്നത്. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ പോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ഭാഗം നാം പഠിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിലൂടെ ഇപ്രകാരം പറയുമ്പോൾ അദ്ദേഹം പറയുന്നതായ പ്രസക്തമായ ഒരു വചനം ഇതാണ്. അബ്രഹാം പിതാവ് എന്റെ ദിവസം കണ്ടു സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. കാരണം ഈ യഹൂദന്മാരെ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെയും കാഴ്ചപ്പാടുകൾ. യഹൂദന്മാരെ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ അബ്രഹാമിനേക്കാളും വലിയവനോ, നിനക്ക് 50 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ്, എന്റെ ദിവസം കണ്ട് സന്തോഷിച്ചു അബ്രഹാം. എങ്ങനെയാണ്? നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ
അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 12-ാം അധ്യായം മുതലാണ് അബ്രഹാമിനെ വിളിക്കുന്ന വിളിയിലൂടെ നാം കൂടുതലായിട്ട് അബ്രഹാമിനെ പറ്റി പറയുന്നത്. 11-ാം അധ്യായത്തിൽ തന്നെ അബ്രഹാമിനെ പരാമർശിക്കുന്നുണ്ട് എങ്കിലും 12-ാം അധ്യായത്തില് ലോകത്തിലെ ഒരു വലിയ ജനതയ്ക്ക് കൊടുക്കുന്ന വാഗ്ദത്തം കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അബ്രഹാമിനെ നാം പരിചയപ്പെടുകയാണ്. വിശ്വാസികളുടെ പിതാവായി വിളിക്കപ്പെട്ട അബ്രഹാമിനെ. അവിടെ തൊട്ട് അബ്രഹാം കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലും വിട്ടുപിരിയാതെ യാത്ര ചെയ്യുന്ന അബ്രഹാമിന് വാഗ്ദത്തങ്ങളെ പുതുക്കി പുതുക്കി കൊടുത്ത് 100-ാമത്തെ വയസ്സില് വാഗ്ദത്ത സന്താനത്തെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് കർത്താവിന്റെ മറ്റൊരു പരീക്ഷണം അവിടെ ഉണ്ടാകുന്നത്. നീ സ്നേഹിക്കുന്ന, നിനക്ക് തന്നിരിക്കുന്നതായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ഈ യാഗം കഴിക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നു. പ്രയാസത്തിലാണെങ്കിലും ദൈവത്തിന്റെ വചനം അനുസരിച്ച് അബ്രഹാം മോറിയ മലയിൽ തന്റെ മകനുമായിട്ട് കടന്നു പോകുന്നു. അവിടെ ചെന്ന് അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ യാഗപീഠമൊരുക്കി മകനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി കത്തി ഓങ്ങുമ്പോൾ അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ളതായ ആ ശബ്ദമുണ്ടാകുകയും അബ്രഹാമിന്റെ മകന് പകരക്കാരനായി ഒരു ആട്ടിൻകുട്ടിയെ മോറിയ മലയുടെ ശിരസില് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവം അവിടെ അവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നതായ കാഴ്ചപ്പാട്. അവിടുന്ന് തന്നെ ഒരു ആട്ടിൻകുട്ടിയായി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ അക്ഷരത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത്രമാത്രം കരുതുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. അബ്രഹാം സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ജനം, ദൈവത്തിന്റെ വചനം പഠിക്കുന്നതായ, ദൈവ കർത്താവിനായി കാത്തിരുന്നതായ ഈ ജനം കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരോട് ഇപ്രകാരം പറയുവാൻ യേശു ക്രിസ്തു തന്നെ ആ സാക്ഷ്യം പറയുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കാഴ്ചപ്പാടുകളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അവിടുത്തെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹത്തോടെ നടത്തുന്നത്. ദൈവത്തിന്റെ വചനങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസം സംഭവിക്കുകയുള്ളൂ, വിശ്വാസം വരികയുള്ളൂ. വിശ്വാസം ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരുന്നത്. വിശ്വാസം കേൾവിയാലാണ് വരുന്നത് എന്ന് പറയുകയാണ്. റോമാലേഖനം 4-ാം അധ്യായത്തില് ഇപ്രകാരം വായിക്കുന്നു. 1 തൊട്ട് ഉള്ള വാക്യങ്ങൾ. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിലില്ല. തിരുവഴുത്ത് എന്താ പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. ഇവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് പ്രവൃത്തി കൂടാതെയാണോ പ്രവൃത്തിയിൽ കൂടെയാണോ എന്നുള്ളത് ആ യാഗത്തെ ആസ്പദമാക്കിയാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. യാഗം കഴിക്കാൻ പറഞ്ഞു. യാഗവസ്തുവായിട്ട് തന്റെ മകനെ തന്നെ അർപ്പിക്കുന്ന, യാഗപീഠത്തിൽ അർപ്പിച്ച് കത്തിയോങ്ങുന്ന പ്രവൃത്തി അബ്രഹാം ചെയ്തപ്പോൾ അവന്റെ പ്രവൃത്തി പൂർണ്ണമായി. ദൈവം അതിൽ പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ചിട്ടാണ് പകരക്കാരനായ ഒരാട്ടിൻകുട്ടിയെ ആ മോറിയ മലയില് മുള്ളിൽ ചുറ്റിക്കിടക്കുന്നതായ കാഴ്ചയിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് അബ്രഹാം തന്റെ ദിവസം കണ്ട് സന്തോഷിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ വചനം നൽകി തരുമ്പോൾ അവിടുത്തെ കൃപ, നമ്മളോടുള്ള കൃപ എത്രമാത്രം വലിയതാണ് എന്ന് മനസ്സിലാക്കി ആ കൃപയ്ക്ക് അധീനരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. വീണ്ടും നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ മറിയയുടെ സാക്ഷ്യത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കുകയാണ്. പെസഹായ്ക്കും 6 ദിവസം മുൻപ് യേശു ക്രിസ്തു മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിലേക്ക് പോയി ലാസറിനെ ഉയർപ്പിക്കുന്ന അനുഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ മാർത്തയും മറിയയും ആ പുനരുദ്ധാനത്തെ കുറിച്ചുള്ളതായ ചിന്തകളുണ്ട്. യേശു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയുന്നു. മാർത്തയോടെ കർത്താവ് സംസാരിക്കുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൾ അപ്പോൾ പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറയുന്നത്
ആ പുനരുത്ഥാനവും ജീവനുമായവൻ കൂടെ നിൽക്കുമ്പോൾ ഒടുക്കത്തെ നാൾ വരെ നോക്കി കാണേണ്ട ആവശ്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വരികയാണ്. അതിനുശേഷം സംഭവിച്ച ഒരു കാര്യം ഇവിടെ ദൈവത്തിന്റെ ദാസൻ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് കർത്താവ് അറിഞ്ഞു. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുകൊണ്ട് അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അതിനും ആ സംഭവം അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് 13-ാം അധ്യായത്തില് അവരെ സ്നേഹിക്കുന്നതും അവരോടൊപ്പം പങ്കിടുന്നതുമായ നിമിഷങ്ങള്, അതിനുശേഷം സംഭവിക്കുന്നതായ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12-ാം അധ്യായത്തില് കർത്താവ് ഒരു പ്രധാനപ്പെട്ട സംഭവം അതിന് മുമ്പുണ്ടായി. എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്നത് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായ ലാസർ ആ ബഥാനിയയിലേക്ക് കർത്താവ് ചെന്ന്, ഇത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്, കർത്താവിന്റെ മരണത്തിനും 6 ദിവസം മുൻപ് ഈ അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. പന്തിയിലിരുന്നവരിൽ ഒരുപാട് പേരിയ്ക്കുന്ന ആ പന്തിയില് ലാസറും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് ശീമോന്റെ ഭവനത്തിലാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കുഷ്ഠരോഗം മാറിയതായ ശീമോന്റെ ഭവനത്തിലെ ആ സദ്യയിലാണ് മാർത്തയും മറിയയും ലാസറും ഒക്കെ പങ്കെടുക്കുന്ന ആ ഒരു ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ മാർത്ത നന്ദി സൂചകമായിട്ട് കർത്താവിന്റെ കാൽക്കൽ സ്വച്ഛജടമാംസി തൈലം പൂശി കാലില് കണ്ണുനീര് കൊണ്ട് കഴുകി മുടി കൊണ്ട് തുടയ്ക്കുന്നതായ ആ വിശുദ്ധമായ ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ അവിടെ ഇരുന്നതായ പരീശന്മാരുടെ ഹൃദയത്തില് ദുഷ്ടവിചാരമുണ്ടായിട്ട് ഈ വലിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം വെറുതെ തൂകിക്കളയുന്നതിന്റെ ആ രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. യൂദ പറയാണിത് ദരിദ്രന്മാർക്ക് വിറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ടേനെയായിരുന്നു, വെറുതെ ഇത് കളയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവനു അവിടെ പറയുന്നതായ ഒരു വാക്യം, എന്റെ ശവസംസ്കാരത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ, ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും അടുക്കയുണ്ടല്ലോ. അവിടെ കർത്താവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തല് കർത്താവിന്റെ കാലിൽ പൂശുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന നന്ദി, അവളുടെ ഉള്ളിലുണ്ടായിരുന്നതായ അനവധി പാപങ്ങൾ മോചിക്കപ്പെട്ട ആ നന്ദി, അവളുടെ സഹോദരനെ ഉയർപ്പിച്ചതായ ആ നന്ദി സൂചകമായിട്ടാണ് അവൾ ചെയ്തതെങ്കിലും കർത്താവ് അവിടെ പറയുന്നത് എന്റെ ശവസംസ്കാരത്തിന് അവൾ അത് ചെയ്തു എന്നുള്ള കാര്യം രേഖപ്പെടുത്തി പറയുകയാണ്. ഒരു വലിയ സാക്ഷീകരണമാണ് ശവസംസ്കാരത്തിന് മുമ്പ് തന്നെ മറിയ അവിടെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ അനവധിയായ കുറവുകളും ബലഹീനതകളും ക്ഷമിച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എപ്രകാരം ഈ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ കഴിയുമെന്നുള്ളതായ നല്ല ചിന്ത ഓരോ ദിവസവും നമ്മളിൽ ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് തരുന്നതായ സാക്ഷീകരണം ചെയ്യുന്നതായ ആള് പീലാത്തോസാണ്. നമുക്കറിയാം റോമ ഗവർണറാണ്, യഹൂദനല്ല, യഹൂദന്മാരുടെ ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടവനാണ്. കർത്താവ് പിടിക്കപ്പെട്ടതിന് ശേഷം കയ്യാഫാവിന്റെയും ഹന്നാവിന്റെയും മഹാപുരോഹിതന്മാരുടെ അടുക്കലൊക്കെയും കൊണ്ടുപോയതിനു ശേഷം പീലാത്തോസിന്റെ അടുക്കൽ 2 പ്രാവശ്യം കൊണ്ടുവരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് ഒഴിവാക്കുവാൻ മാക്സിമം ശ്രമിച്ചുവെങ്കിലും അവരുടെ ശാഠ്യമായ ആ ഒരു അനുഭവം കൊണ്ട് അത് സാധ്യമാകാതെ വന്നപ്പോൾ പീലാത്തോസ് കൈകൾ കഴുകി ഈ കുറ്റമില്ലാത്ത രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കർത്താവിനെ സാക്ഷിക്കുന്നുണ്ട്. രണ്ടാമത് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ആ വെച്ചതായ ആ ക്രൂശിലെഴുതിയ വചനങ്ങൾ അതിൽ അവർക്ക് അസംതൃപ്തി തോന്നിയിട്ട് അതങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ എഴുതിയത് തന്നെ. ആ എഴുത്തെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. യഹൂദന്മാരുടെ രാജാവായിട്ടോ
യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ജനമായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കർത്താവിനെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയാത്ത ഈ ജനത്തിന്റെ ഇടയില് ഒരു റോമാക്കാരനായിരുന്ന ഈ മനുഷ്യന് കൊടുത്തതായ സാക്ഷ്യം ദൈവികമായ ഒരു സാക്ഷീകരണമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ, കർത്താവിനെ അറിയാത്തവർ പോലും അവനെ യഥാർത്ഥമായി അറിയുന്ന ഒരു അനുഭവമാണ് ഓരോ സാക്ഷീകരണത്തിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കുവാനും കർത്താവിന്റെ സാക്ഷീകരണത്തിലേക്ക്, കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടി, അവിടുത്തെ വീണ്ടും വരവിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി ഒക്കെ നമ്മെ പ്രാപ്തരാക്കുവാനാണ് ഈ പാഠം നാം പഠിക്കുന്നത്. അതുകൊണ്ട് പീലാത്തോസിന്റെ സാക്ഷീകരണത്തിലൂടെ അറിയാതെ തന്നെ സാക്ഷിക്കുന്ന ഒരു അനുഭവമാണ് പീലാത്തോസിന്റെ സാക്ഷീകരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. വീണ്ടും തോമസിന്റെ സാക്ഷീകരണമാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. തോമസിന്റെ സാക്ഷീകരണത്തിലേക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് ഈ വസ്തുത രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ആ സമയം തോമസ് അവിടെ ഇല്ലായിരുന്നു. വീണ്ടും തോമസ് ഉള്ളപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ കയ്യും വിലാപ്പുറവും കാണിച്ചു കൊടുക്കുമ്പോൾ, അവിടുത്തെ കയ്യും വിലാപ്പുറവും കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞതായ തോമസിന് തന്റെ കയ്യും വിലാപ്പുറവും കാണിച്ചും കൊണ്ട് കർത്താവ് ആ അനുഭവത്തിലേക്ക്, അവനെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടിട്ടേ വിശ്വസിക്കൂ എന്ന് നമുക്ക് പലതും കണ്ട് വിശ്വസിക്കുവാൻ പ്രയാസമുള്ളതായ വസ്തുതകൾ ധാരാളം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് അത് പിന്നീടായാലും വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തോമസ് കർത്താവിന്റെ വിലാപ്പുറം കണ്ടു സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. 20-ാം അധ്യായത്തിലാണ് അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ തോമസ് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. നിന്റെ വിരല് ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞപ്പോൾ തോമസ് കർത്താവിനോട് പറയുന്നത്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അപ്പോഴാണ് പറയുന്നത്, നീ എന്നെ കണ്ടതുകൊണ്ടല്ലേ വിശ്വസിച്ചത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തോമസ് പിൽക്കാലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ അപ്പോസ്തലനായി ശുശ്രൂഷ ചെയ്തു. AD 52 അദ്ദേഹം ഇവിടെ മരണപ്പെടുകയുണ്ടായി മൈലാപ്പൂരിൽ. കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം വിജാതീയമായ ഒരു രാജ്യത്തേക്ക് വന്നു അനേകം പേരെ കർത്താവിന്റെ ശിഷ്യ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം തോമസ് പിന്നീട് പ്രവർത്തിക്കുന്ന അനുഭവമാണ് നമുക്ക് ഇന്ത്യക്കാരെ, ഭാരതീയരായ കേരളീയരായ നമുക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിലൂടെ നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സാക്ഷീകരണം എന്ന് പറയുന്നത് കാണുന്നത് മാത്രമല്ല. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും ആയ ജീവന്റെ വചനമെന്നാണ്. കണ്ടതും കേട്ടതും തൊട്ടതുമായ ജീവന്റെ വചനം നമുക്ക് പ്രാപിക്കണമെങ്കിൽ അത് കാണാതെ വിശ്വസിക്കുവാൻ, വചനം വായിക്കുമ്പോൾ അവനെ കാണുവാൻ, വചനത്തിന്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ കർത്താവിനെ സാക്ഷിക്കുവാൻ നമ്മുടെ വിശ്വാസം വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ അനുഭവമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. എന്റെ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ സാക്ഷി എന്നുള്ളതായ ആ പാഠമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. കർത്താവ് ഇനിയും വരുവാൻ പോവുകയാണ്. അനേകം സാക്ഷ്യങ്ങൾ പറയുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടുന്നതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടുന്നതിനും ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അനേകം കാര്യങ്ങൾ ഇനിയും
ഇതിൽ ചേർക്കുവാനുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ എഴുതിയാൽ ലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ കൊള്ളാതെ വരും. എന്നാൽ ഈ നാം ജീവിക്കേണ്ടുന്നതിന്, നാം ജീവൻ പ്രാപിക്കേണ്ടുന്നതിന്, അവിടുത്തെ വചനത്തിൽ നാം വിശ്വാസം വെക്കുകയും അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകുകയും ചെയ്തു എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവില് നമുക്ക് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ആയി തീരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സാക്ഷീകരണം എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരനുഭവമാണ്. പലപ്പോഴും നാം കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങളുടെ പട്ടികയാണ്. അതല്ല, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ശമരിയാക്കാരി കാണിച്ചു തരികയുണ്ടായി. യേശുക്രിസ്തുവിനെ താൻ മനസ്സിലാക്കിയപ്പോൾ ശമരിയ ദേശത്തേക്ക് പോയി, എന്റെ കാര്യങ്ങൾ അറിഞ്ഞ ഒരാളെ കണ്ടു നിങ്ങൾക്കും വന്ന് കാണാം. അതാണ് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ സാക്ഷിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഈ കാലഘട്ടത്തില് നമ്മുടെ ജീവനാധാരമായി നാം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ ഓരോ ദിവസവും അവിടുന്ന് നമ്മുടെ ജീവിതത്തില് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ, മാറ്റപ്പെടുത്തുവാൻ കഴിയാത്തതായ അനേക കാര്യങ്ങള് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനിയും വേഗം വരുമ്പോൾ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം വേഗം വരുന്നു. അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി നാം തന്നെ കർത്താവിന്റെ സാക്ഷികളായി ലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോകുവാൻ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുമ്പോൾ അവിടുത്തെ സാക്ഷീകരണത്തിന്റെ നല്ല മാതൃകകളായി നമുക്കും വർത്തിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ പാഠഭാഗത്തു നിന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാൻ തക്കവണ്ണമുണ്ട്. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വേഗം വരുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹമേറിയ ഒരു പകൽക്കാലത്തില് അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങള് എല്ലാ കാലവും നല്ല സാക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഓരോ സാക്ഷീകരണവും ഓരോ ആളുകളും കർത്താവിനെ കുറിച്ച് പറഞ്ഞതായ വചനങ്ങളും ഞങ്ങളുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കി സ്വയപരിശോധന ചെയ്ത് ദൈവത്തിന് നല്ല സാക്ഷ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവ് അതിനായി അടിയങ്ങളെ മുദ്രയിട്ട് അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങളെ കാട്ടി നിലനിൽക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും അടിയങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം അടിയനോടൊപ്പം പഠിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ.